ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കളർ പേപ്പേഴ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. കളർ പേപ്പറിൽ നിന്നൊരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ പെറ്റൽസിന്റെ ആകൃതിയിൽ വരച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ യെല്ലോ കളർ പേപ്പർ മുറിച്ചെടുത്തിട്ട് സാധാരണ നമ്മളിങ്ങനെ മടക്കി ഒരു ഫ്ലവർ ഉണ്ടാക്കില്ലേ, അതുപോലെ. ഞാൻ എപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയാലും അത് കറക്റ്റ് ആവാറില്ല കേട്ടോ. എന്നാലും നമുക്ക് ഉണ്ടാക്കിയല്ലേ പറ്റൂ. നേരത്തെ നമ്മൾ പിങ്ക് കളർ പേപ്പർ കട്ട് ചെയ്തിട്ടില്ലേ, അതിൽ നിന്നൊരു 4 പെറ്റൽസ് ആട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളർ പേപ്പറിൽ നിന്നും 4 പെറ്റൽസ് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഈ പിങ്ക് കളർ ഈ പെറ്റൽസിന് നമുക്കൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഐ ഷാഡോ ആണ് ഞാൻ എടുക്കുന്നത്. അതിൽ പർപ്പിൾ കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചാടിയുന്നതാ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെറ്റൽ റെഡിയായി. അതുപോലെ എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ട് നമ്മുടെ കാർഡിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിങ്ക് കളറിൽ 4 പെറ്റൽസ് ഉള്ളൊരു ഫ്ലവർ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഫുൾ അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ സെന്ററിൽ യെല്ലോ കളർ ചെറിയൊരു പേപ്പർ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി വൈറ്റ് കളറിൽ നമ്മൾ വെട്ടിയെടുത്ത പെറ്റൽസിലും പർപ്പിൾ കളർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ കാർഡിന്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കാർഡും വൈറ്റ് കളർ തന്നെ ആയ കാരണം ഐ ഷാഡോ വെച്ചിട്ട് ആ പർപ്പിൾ കളർ അതിന്റെ സൈഡിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെന്ററിൽ നമ്മൾ ഒരു പർപ്പിൾ കളർ റൗണ്ട് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ യെല്ലോ കളറിൽ നമ്മൾ വെട്ടിയെടുത്ത ഫ്ലവർ അതൊരു 2 വലുതും ഒരു ചെറുതുമാണ് ആവശ്യം. ഇനി 2 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ചെറുത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടുവിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന്റെ സെന്ററിലായിട്ട് ബ്രൗൺ കളർ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ പർപ്പിൾ കളർ പേപ്പറിൽ നിന്ന് ഈ ഒരു മോഡൽ ഫ്ലവർ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ പൂവിന്റെ നടുവിൽ യെല്ലോ കളർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ലീഫുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ലീഫിന്റെ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്കൊരു 6 ലീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഈ കാർഡും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ലീഫുകൾ കൂടി വരുമ്പം നമ്മുടെ കാർഡിന് നല്ല ഭംഗി വരുന്നുണ്ടല്ലേ. ആ വൈറ്റ് കളർ ഫ്ലവർ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഭംഗിയുണ്ട് കേട്ടോ, കാണാനുണ്ട്. ഇതിപ്പോൾ ആ ലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് കാണുന്നില്ല. ഇനി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയ പേപ്പറും കൂടി നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഭംഗിയിൽ എഴുതാൻ അറിയാന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഇല്ലെങ്കിൽ ആർക്കാണ് എഴുതാൻ അറിയുന്നത് അവരെ കൊണ്ട് എഴുതിച്ചെടുക്കാം. പ്രിന്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് ജേണൽ ചെയ്യാൻ വേണ്ടി കുറച്ച് തോട്ട്സുകൾ പ്രിന്റ് എടുത്താണ് ആ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കാർഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഒരു പേന എടുത്തതാ ഈ കാർഡിന്റെ ഉള്ളിൽ എന്ത് മെസ്സേജ് വേണമെങ്കിലും എഴുതിയിട്ട് നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാം, റിലേറ്റീവ്സിന് കൊടുക്കാം. അങ്ങനെ ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ അവർക്കുള്ള ഒരു മെസ്സേജ് എഴുതാം കേട്ടോ. അപ്പൊ പിന്നെ എന്നും ചോദിക്കുന്ന പോലെ, എങ്ങനെയുണ്ട് കാർഡ്, ഇഷ്ടമായോ? ഈ കാർഡിന് നമുക്ക് എന്ത് പറയാം, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡ് എന്ന് പറയാം അല്ലേ. ഇതുപോലെ ലൈറ്റ് കളറിലുള്ള കളർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയും നല്ല വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.